ഹലോ, ചെറിയൊരു കറക്കത്തിന് പോവാവേ. ബ്രോഡ്വേ വരെ ഒന്ന് പോകണം. കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വന്നേല്ലേ, അപ്പൊ ജോലി സ്ഥലത്തേക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഞാനും എന്റെ മോളും കൂടി ഒന്ന് ബ്രോഡ്വേയിലൊക്കെ ഒന്ന് പോയിട്ടൊന്ന് വിരകിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റും, അവിടെ എന്തൊക്കെ സാധനം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാവേ. അങ്ങനെ ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം കേട്ടോ, വലിയ തിരക്കുണ്ടാവില്ല എന്നോർത്ത് വേഗം വേഗം പോകുമായിരുന്നിട്ട്. അപ്പോൾ തേവര പാലത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ബ്ലോക്ക് തുടങ്ങിയിട്ട് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായി പോയിട്ടാ. അങ്ങനെ അവസാനം തേവര പാലത്തിലും കയറി ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, തേവര പാലവും തൊപ്പമ്പടി പാലവും ഒക്കെ. അങ്ങനെ അവസാനം ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിയിട്ടാ. ബ്രോഡ്വേയിൽ എത്തിയപ്പോൾ കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എവിടെ നിന്ന് എങ്ങനെ മേടിക്കണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ പോയി. ഇത്രയും ഡെക്കറേഷൻ ഐറ്റംസ് ആയിരുന്നിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് ആദ്യമായിട്ട് ഞങ്ങൾ ഈ കടയിലേക്കാണ് പോയത്. ചേട്ടാ ഇതൊക്കെ എത്രയാണ് ചേട്ടാ? ഇതൊക്കെ എത്രയാണ്? അങ്ങനെ ആ കടയിലെ വില ഇഷ്ടപ്പെടാനായിട്ട് ഞാൻ വേറെ കടകളിലോട്ടൊക്കെ ഇങ്ങനെ നടക്കണേട്ടെ. എന്ത് ഭംഗിയെന്നറിയാമോ, എല്ലാം കാണാൻ വേണ്ടിയിട്ട്. കാശില്ലാത്ത കുറവുകൊണ്ട് ഞാൻ ഒരു സാധനങ്ങളും മേടിക്കാൻ നിന്നില്ല കേട്ടോ. അവസാനം എല്ലാ കടകളിലും വില നോക്കി വന്നപ്പോൾ നമ്മുടെ തമ്പുരുമോൾ കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ട ലബൂബേ അങ്ങനെ എന്താണ്ട് ഒരു പാവ കുറേ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. തമ്പുരുമോൾക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വലിയ മോൾക്കും സുഭദ്രയ്ക്കും വേണമെന്നൊരേ ഒരു വാശി. അങ്ങനെ പൈസ നോക്കിയില്ല, അങ്ങോട്ട് 2 ലബൂബ് വാങ്ങിച്ചിട്ടാ. അങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചിട്ട് എന്താ ഇങ്ങനെ വീഡിയോ പിടിക്കുന്നത്? ഞാൻ പറഞ്ഞു ചേട്ടാ, ഒരു 200 പേരുള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനലാണെന്ന്. എന്നാൽ പിന്നെ ID പറ മോളെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആ ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു സബ്സ്ക്രൈബർ ഒരാളെ നേരിട്ട് കണ്ടിട്ടാ. അവസാനം ആ വില ചോദിച്ച കടയിൽ തന്നെ വന്നെത്തിയേട്ടാ. എല്ലാ കടകളിലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് വിലക്കുറവ് ഈ കടയിലാണ്. എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മളൊരു 10-12 കടയിൽ അന്വേഷിച്ചിട്ടല്ലേ നമ്മൾ ആ കടയിൽ കയറി മേടിക്കേണ്ടത്. അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടാ. കുറേ വർഷങ്ങൾക്ക് ശേഷം തേവരപ്പാലം, പഴയ പാലം, ഞാനൊക്കെ പഠിക്കാൻ വേണ്ടി എറണാകുളത്ത് പൊയ്ക്കൊണ്ടിരുന്നത് പഴയ ഈ തേവരപ്പാലത്തിൽ കൂടിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കൊച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാലം അടച്ചിട്ടേക്കുന്ന. യാത്രയൊന്നുമില്ല, ചൂണ്ടിടാൻ വേണ്ടിയിട്ട് മാത്രം ചേട്ടന്മാർ നിൽക്കട്ടെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ തേവരപ്പാലത്തിൽ കൂടി എൻ്റെ മോളോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടാ. ആ മറ്റേ വലിയ പാലത്തിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ അവസാനം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ലബൂബയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്, അടുത്ത് തന്നെ കാണിക്കാവേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.